ഹലോ ഗായ്സ്, അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ നാട്. പാടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ട്രഡീഷണൽ ഏരിയ ആണ് കേട്ടോ നമ്മുടെ അവിടെ. ഇന്ന് വേറൊന്നുമല്ല, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് വന്നത്. ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം. ഓക്കെ ഗായ്സ്, അപ്പോ ആളാണ് നമുക്ക് ഇന്ന് ക്യാമറ എടുത്തിരുന്നത്. അപ്പൊ ആളുടെ പേര് നമ്മുടെ ബ്രദറാണ് കേട്ടോ. പേര് പറഞ്ഞു കൊടുക്ക്. എന്റെ പേര് അബിൻ കൃഷ്ണ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പുത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. പുത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. വേറെന്താണ്? വേറെ ഒന്നുമില്ല. സാൻഡ്ലോയ്സിനെ കുറിച്ച് 2 വാക്ക് പറ. സാൻഡ്ലോയ്സ് നല്ലതാണ്, പവർഫുൾ ആണ്, പവർഫുള്ളും കൂടിയാണ്. പിന്നെ എല്ലാവരും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഇതൊക്കെ ചെയ്യണം, കമന്റും കൂടെ. കണ്ട ആള് പറഞ്ഞു കേട്ടില്ല. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും കമന്റ് ഒക്കെ ചെയ്യണം. വീഡിയോ ഫുൾ ആയിട്ട് കാണണം. ഓക്കെ, സെറ്റ് അല്ലേ? ഒരുപാട് പേര് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് വായിക്കാട്ടാ. സുഖമാണോ ഏട്ടാ എന്നൊക്കെയാണ് ചോദിച്ചത്. അത് നോർമലി ഹായ്, ഹൗ ആർ യു, അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചത് വന്നിട്ട് ബിഗ് ഫാൻ ബ്രോ എന്ന്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ബിഗ് ഫാനാണ്, ചേട്ടന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ വാക്കില്, കാരണം നിങ്ങൾ ചെറുതായിട്ട് സുഖമാണോ ബിഗ് ഫാൻ എന്നൊക്കെ ചെറിയൊരു വാക്കായിരിക്കും, പക്ഷെ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ആരും എന്നെ അറിയില്ല. ഞാൻ നോർമലി പഠിക്കാൻ പോകും, ക്ലാസ് വരും, വീട്ടിൽ പോകും. അതുപോലെ ചെറിയ ചെറിയ കാറ്ററിംഗ് വർക്ക് അങ്ങനെയൊക്കെ പോകാറുണ്ട്. പെയിന്റ് പണിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആർക്കും അറിയില്ല എന്നെ, അത്രയ്ക്ക് അറിയുന്നവർക്ക് എന്നെ അറിയുള്ളൂ. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ടാണോ അറിയില്ല, എല്ലാ വർക്കിനും പോയിട്ടുണ്ട്, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊക്കെ റിസൾട്ട് നിങ്ങളുടെ നിന്ന് കിട്ടുമ്പോൾ എനിക്ക് വലിയൊരു ഹാപ്പിനെസ് ആണ്. പാലക്കാട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പാലക്കാട് ഇതാണ് കേട്ടോ, വീട്ടിന്റെ അവിടുത്തെ ഏരിയ ആണ്. ഇതാ പാടങ്ങള് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും. അതായത് കല്ലേപ്പുള്ളി, പുത്തൂര് കല്ലേപ്പുള്ളി കേട്ടിട്ടുണ്ടോ? കല്ലേപ്പുള്ളി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കൊട്ടേക്കാട് അമ്പലം പോകുന്ന വഴി, തോട്ടുമേട്, ചിത്രാനഗർ എന്നൊക്കെയാണ് സ്ഥലത്തിന്റെ പേര് കേട്ടോ. പിന്നെ ഒരു പെൺകുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഓഫ് യുവർ സ്മൈൽ. അപ്പൊ എന്റെ സ്മൈലിന്റെ സീക്രട്ട് എന്താണെന്നൊക്കെയാ ചോദിച്ചിരിക്കുന്നത്. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ചിരിക്കും. എനിക്ക് ഈ കൊന്തറം പല്ലുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ നന്നായിട്ട് ചിരിക്കുന്ന ആളാണ്. അല്ല, ഇതാക്കി ചിരിക്കുകയാണ്, നോർമലായിട്ട് വരും കേട്ടോ. കൂടുതൽ പേരും ഇതുവരെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറെ പേര് എന്റെ സ്മൈല് നന്നായിട്ടുണ്ട്, സ്മൈല് ക്യൂട്ടാണെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. കൂടുതലും ഗേൾസ് ആണ് കേട്ടോ പറയുന്നത്. എന്താണെന്നറിയില്ല, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങളുടെ ഒറിജിനൽ നെയിം എന്താണ്? സാൻബ്ലോസ്, സാൻബ്രോ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്റെ ശരിക്കത്തെ പേര് സന്ദീപ് മോഹൻ എന്നാണ് റിയൽ നെയിം. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിക്ക് ഇനി പോകുന്നില്ലേ എന്ന്. അപ്പോ ദൈവം സഹായിച്ചിട്ട് നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ എനിക്കൊരു ചാൻസ് കിട്ടി. അപ്പൊ ഞാൻ സ്റ്റാൻഡപ്പ് കോമഡിയാണ് ചെയ്തത്. അപ്പോ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു. സ്ക്രിപ്റ്റ് ഒന്നും ശരിയായിട്ടില്ല. അപ്പോ വൈകാതെ തന്നെ പോവുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിന്റെ വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട്, നമ്മുടെ ബയോയില് ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പൊ കാണണം എന്നുള്ളവരൊന്ന് കണ്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ കല്യാണം കഴിക്കാനൊന്നും പറയുന്നില്ലേ എന്ന്. ബ്രോ പറയുന്നുണ്ട് ബ്രോ, ഞാൻ അമ്മന്റെ അടുത്ത് ഡെയിലി പറയുന്നുണ്ട്. പറ്റൊരു പെൺകുട്ടി വന്നാൽ നമുക്ക് പ്ലാന് മാറ്റാവുന്നതാണ്. അപ്പൊ പറ്റൊരു കുട്ടി ഇതുവരെ വന്നിട്ടില്ല, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ. ഒരാൾ ചോദിച്ചിട്ടുണ്ട് ചേട്ടന്റെ സ്വപ്നത്തിലെ പെൺകുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാരക്ടർ മീൻസ് നമ്മുടെ നല്ല സിറ്റുവേഷനിലും മോശം സിറ്റുവേഷനിലും നമ്മുടെ കൂടെ ഉണ്ടാകണം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ക്യാരക്ടറായിട്ട് വരുന്നത്. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്നാലും എനിക്ക് പറയാനൊരു ഇതുണ്ടാവുള്ളൂ. പിന്നെ ഒരാൾ ചോദിച്ചു ക്രഷ് ഉണ്ടോ, മാരേജ് ചെയ്തോ എന്നൊക്കെയാണ്. എന്നെ കണ്ട മാരേജ് ചെയ്ത ആളെ പോലെ ഉണ്ട്, ഞാൻ ചെറിയ കുട്ടിയല്ലേ. ക്രഷ് ഒരുപാട് പേരോട് തോന്നിയിട്ടുണ്ട്, മാരേജ് ചെയ്തിട്ടില്ല കേട്ടാ. പിന്നെ ഒരാൾ പറഞ്ഞു ചേട്ടാ ഒരു പാട്ട് പാടി തരുമോന്ന്. എനിക്ക് ബേസിക്കലി ഞാനൊരു പ്രോ സിംഗർ അല്ല, ബാത്റൂം സിംഗർ ആണ്. അത് പിന്നെ എല്ലാവരും ബാത്റൂം സിംഗർ ആണല്ലോ. പിന്നെ വേണമെങ്കിൽ ഏത് പാട്ട് പാടാം, വേടന്റെ പാട്ട് പാടിയാൽ മതിയാ. ഒരുത്തി കല്ലിക്കാട്ടിലെ മുള്ളിച്ചെടി പോലെ ഒരുത്തി വേണ്ട അല്ലേ. ഇപ്പൊ കാണുന്നവരടക്കം സ്കിപ്പ് അടിച്ച് പോകും. അതുകൊണ്ട് അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ, പാട്ട് നമുക്ക് നിർത്താട്ടാ. പിന്നെ കുറെ പേര് പറഞ്ഞു ഏട്ടന്റെ വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹായ് ബ്രോ, ഇന്ന് ഫോർട്ടിൽ വെച്ച് കണ്ടിരുന്നു എന്ന്. അതായത് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് ഫോർട്ടിൽ വെച്ചിട്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോസ് ഒക്കെ ഫോർട്ടിൽ തന്നെയായിരുന്നു കേട്ടോ എടുത്തത്. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ നമ്മളെ അറിയുന്നുണ്ട്. കാരണം ഇപ്പൊ ടൗണിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും മെസ്സേജ് അയക്കും. അതായത് ചേട്ടൻ ഇന്ന് ഇവിടെ വെച്ച് കണ്ടോ, ചേട്ടൻ ഇന്ന് ഇവിടെ കണ്ടില്ലേ, ഞാൻ ഹായ് കാണിച്ചു, അങ്ങനെ കണ്ട് കുറെ പേര് അറിയുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് വലിയൊരു ഹാപ്പിനെസ് ആണ്. കാരണം നമ്മൾ ഒരുപാട് പേര് അറിയുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്.
ബ്രോ കൺഗ്രാറ്റ്സ് 50,000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് അച്ചീവ്മെന്റ് പറഞ്ഞിട്ട് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ 50,000 സബ്സ്ക്രൈബർ ആയി, കൺഗ്രാറ്റുലേഷൻസ് ബ്രോ പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമ് മാത്രമല്ല യൂട്യൂബ് ചാനലിലും വീഡിയോ ചെയ്യുന്നുണ്ട്, വ്ളോഗിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ കാണുക. കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന്. എന്റെ ഫേവറേറ്റ് ഫുഡ് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വന്നിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ മന്തി, കുഴിമന്തി അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പൊ ഓൾറെഡി അതാണ് നമ്മൾ ഈ കാലം ജനറേഷൻ മാറുന്നോറും നമ്മുടെ ഫുഡിലും ഓരോ മാറ്റങ്ങൾ വരും പറഞ്ഞത് ശരിയാണ്. പണ്ടൊക്കെ നമ്മൾ ഈ വെള്ളച്ചോറും കഞ്ഞിയും പയറൊക്കെ കഴിച്ചിട്ടിരുന്നത്. ഇപ്പൊ പിന്നെ ആരും അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അതാണ് ശരിക്കും ഹെൽത്തി ഫുഡ്. പിന്നെ അങ്ങനെ കുറെ ചിക്കൻ ബിരിയാണി, നൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഒക്കെ ആയി. ഇപ്പൊ പിന്നെ മന്തി, ഇപ്പൊ വിട്ടാ പറ്റിയ മന്തി, അൺലിമിറ്റഡ് മന്തി അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്റെ ഫേവറേറ്റ് ഫുഡ് എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരാൾ ചോദിച്ചു മച്ചാൻ വെയിറ്റിംഗ് ഫോർ 200K എന്ന്. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോ 150,000 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഇനി 200 വെയിറ്റിംഗ് ആണ് വേണ്ടി ഒരു അബി ബ്രോ ആണ് കമന്റ് ചെയ്തിട്ട്, അബി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോ എടാ അബി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് വൈകാതെ തന്നെ നമുക്ക് 200ലേക്ക് എത്തിക്കാം കേട്ടാ. പിന്നെ ഒരാൾ ചോദിച്ചു സാൻ ബ്രോ യുവർ വീഡിയോസ് ആർ സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും സ്നേഹം മാത്രം ട്ടാ. ചേട്ടന്റെ പാലക്കാട് ലാംഗ്വേജ് പൊളിയാണെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാലക്കാടാണ്, പക്ഷെ എല്ലാവരും വിചാരിക്കും പാലക്കാട് സ്ലാങ് എന്ന് പറയുമ്പോ ഏട്ടാ എന്താണ് ഞങ്ങൾ എന്താട്ടാ ഉണ്ണിയെ അങ്ങനെയൊക്കെയാണ് എന്താ സിനിമയിലൊക്കെ കാണുമല്ലോ. അപ്പൊ അതുപോലെയൊന്നും അല്ല. കുറച്ചുപേര് അങ്ങനെ പറയുന്നുണ്ട്. ചിലവര് ഇപ്പൊ ഞാൻ സംസാരിക്കില്ലേ അതുപോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോർമലാണ് കേട്ടാ. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതാണ് പാലക്കാട് നോർമലി സംസാരം. പിന്നെ കുറച്ച് സൈഡ് വന്നിട്ട് ഇതുപോലെ പക്ക പാലക്കാട് മറ്റേ ഏട്ടാ എന്താണ്ടാ ഉണ്ണിയെ സുഖം തന്നെയല്ലടാ തന്നെ ഓ അല്ല എനിക്കറിയില്ല, ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്താണ്. അപ്പൊ ഇതുപോലെയൊക്കെയാണ്. ചേട്ടന് കിട്ടുന്ന ഭാര്യ എങ്ങനെ ഇരിക്കണം എന്നാണെന്നൊക്കെ. ആരും പെണ്ണേ ഇല്ല. എന്റെ ഫ്യൂച്ചർ ഡ്രീം ഗേൾ എന്ന് പറയുമ്പോൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. അതായത് കളറ് അങ്ങനെയൊന്നുമില്ല, നല്ല ക്യാരക്ടർ ആയിരിക്കണം. എന്റെ വീട്ടിലെ അച്ഛനും അമ്മനെയും നന്നായിട്ട് നോക്കണം. വേറെ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല, വൈകാതെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേട്ടന്റെ സ്മൈൽ കൊള്ളാന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. 2025 ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മൊമെന്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതെ, ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2014 അതായത് ഒരുപാട് വർഷമായി. യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴാണ് കുറച്ച് വീഡിയോസ് ഡെയിലി ഇടുന്നത്. അപ്പൊ ഈ 2025 നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 1,00,000 ഫോളോവേഴ്സ് ആയി. അതുപോലെ യൂട്യൂബ് ചാനലിൽ 50,000 സബ്സ്ക്രൈബർ ആയി. ഇതൊക്കെ ഈ 2025 കേട്ടോ നടന്നത്. ഈ ചിരി കൊണ്ട് പെമ്പിള്ളേരെ വീഴ്ത്താനുള്ള ട്രിക്ക് ആണോ എന്നൊക്കെ. എന്താണെന്നറിയാം, എന്റെ ചിരി കുറെ പേര് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴാ മാരേജ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനും വീട്ടിൽ നിർബന്ധിക്കുന്നുണ്ട്. അമ്മ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോ നോക്കട്ടെ, പറ്റൊരാളെ വന്നാൽ നമുക്ക് വൈകാതെ തന്നെ മാരേജ് സെറ്റ് ആക്കാം. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യനുള്ള റിപ്ലൈ ഞാൻ തരാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ചെറിയൊരു വ്ളോഗ് ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്യുക.